സന്ധ്യയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വന്നു ചേർന്ന കർത്താവിനെ സ്തുതിപ്പാനും ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല അവസരം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങ് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ഇത്രത്തോളം ദൈവം ഞങ്ങളെ നടത്തി, ഇത്രത്തോളം ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു കർത്താവെ. പല തരത്തിലുള്ള ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളുമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ആഞ്ഞടിച്ചപ്പോഴും അതിൻ്റെ നടുവിലെല്ലാം ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്ന് കരുണ കാട്ടി മനസ്സലിവ് കാട്ടി കർത്താവ് ആമേൻ പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്ന കർത്താവെ. കഴിഞ്ഞ ആണ്ടുകൾ ആരംഭം മുതൽ ഇന്നയോളവും നന്നായി നടത്തി, കാൽക്കല്ലിൽ തട്ടാതെ കാരം പിടിച്ചും തോളിൽ വഹിച്ചും എന്നപ്പനെ പോലെ, കാൽക്കല്ലിൽ തട്ടാതെ കാരം പിടിച്ചും തോളിൽ വഹിച്ചും എന്നപ്പനെ പോലെ താലോലിച്ചിടും എൻ തായെ പോലെയും, താലോലിച്ചിടും എൻ തായെ പോലെയും. ഇന്നലെ സന്ധ്യാസമയത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. വായിക്കുന്ന പറ്റുന്ന ആവശ്യം കൂടുതൽ ഞാൻ കൂടി വരുവാൻ പ്രകൃതിദേവൻ ഞങ്ങളുടെ ജീവിതാവസരങ്ങൾ തന്ന വെള്ളിയാഴ്ചയുടെ ആരംഭം മുതൽ കർത്താവെ അവസാന ദിവസം രാത്രികാലങ്ങളിലെയും കർത്താവുകളെ എല്ലാ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടി ഞങ്ങളുടെ കണ്ണിനെ വീഴ്ചയിരുന്നു. ഞങ്ങളുടെ പ്രാണനെ മാനസെന്ന് പിടിപ്പിച്ചു. കർത്താവെ രാത്രികാലം ഒന്നിച്ച് ദിവസം കടന്നു വന്ന് ദൈവത്തെ മത്തപ്പെടുത്തുവാൻ ദൈവം ഞങ്ങളുടെ അവസരം തന്നല്ലോ. കർത്താവെ രാത്രികാലത്തെ കൂട്ടായ്മ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുകൂലമായി തീരുവാൻ പ്രകൃതിദേവൻ ഞങ്ങൾക്ക് ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആരംഭിച്ചായ ഈ കൂട്ടായ്മ ഞങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തീരുവാൻ കടന്നു ആരാധിക്കുന്ന സഭയായി തീരുവാൻ സ്വതന്ത്രയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന സഭയെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ആരാധനപ്രകാരം ദൈവത്തിന്റെ വാർത്തക പ്രകാരം ആരംഭിച്ച കർത്താവെ ആരാധനയാണ്ട് കർത്താവെ വളർത്തുവാൻ ദൈവത്തിന് കഴിയുന്ന ദിവസങ്ങളിൽ കർത്താവെ ദേശത്ത് നിന്ന് കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്ന സഭയായി തീരുവാൻ സ്വതന്ത്രയാക്കുമാറാണ് പ്രാർത്ഥിക്കുന്ന രാത്രികാലം കടന്നു വന്ന് ഞങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണം. ഞങ്ങൾ ദിവസങ്ങളിൽ ആയിരിക്കുന്ന ഞങ്ങൾ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹവും മൃദുലമായി തീരുവാൻ സന്തോഷമായി കർത്താവിടെയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കെതിരെ ഉയർന്നു വരുന്ന ഒരു ഭീഷണികൾക്കും, എനിക്കെതിരെ ഉയർന്നു വരുന്ന രോഗങ്ങൾക്കോ ഭാരങ്ങൾക്കോ പ്രയാസങ്ങൾക്കോ ഒന്നിനും എന്നെ തടയുവാൻ കഴിയത്തില്ല. ഒരു ശക്തിക്കും എന്നെ തൊടുവാൻ കഴിയത്തില്ല. ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്വന്തമാണ്. എത്ര വലിയ പ്രതികൂലങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നാലും എൻ്റെ കർത്താവിനോട് കൂടെയുണ്ട്. എൻ്റെ കർത്താവിനോട് കൂടെയുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ ചേർന്ന് പറഞ്ഞ്, ഓളങ്ങൾക്ക് എൻ്റെ മേൽ കവിയുവാൻ കഴിയത്തില്ല, നദികൾക്ക് എന്നെ കവിഞ്ഞു പോകുവാൻ കഴിയത്തില്ല. തീയിൽ ഞാനായാലും അതിന് സമമായ ശോധനയിൽ ഞാനായാലും എൻ്റെ കർത്താവിനോട് കൂടെയുണ്ട്. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, സ്തുതിക്കുന്നു, സ്തോത്രം 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 ചെയ്യുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഹല്ലേലൂയ, സ്തുതിക്കുന്ന കർത്താവേ, ഇന്നലെ ഒരു സന്ധ്യാവേള ഞങ്ങളുടെ ജീവിതത്തിൽ അവൻ ഒരുക്കി തന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ നന്ദിയോടെ ഞങ്ങൾ അവനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, സ്തുതിക്കുന്ന ഇപ്രകാരം ഒരു ഭാഗ്യം കർത്താവേ. ഹല്ലേലൂയ, സ്തുതിക്കുന്ന ആഗ്രഹിച്ച പലർക്കും കർത്താവേ, ഇന്ന് പകൽക്കാലം കണ്ട പലർക്കും കർത്താവേ ഹല്ലേലൂയ ലഭിക്കാതെ പോയപ്പോൾ ഹല്ലേലൂയ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ, ഞങ്ങളെ മറന്നു പോകാതെ ഹല്ലേലൂയ സ്തുതിക്കുന്ന ആയിരുന്ന സാഹചര്യങ്ങളിലൊക്കെയും ഞങ്ങളെ കാത്തു പരിപാലിച്ചു കർത്താവേ. ഹല്ലേലൂയ, അവനെ ആരാധിപ്പാൻ തക്കവണ്ണം കൊണ്ടുവന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളെ വായി തുറക്കാതിരിക്കും കർത്താവേ, ഞങ്ങളുടെ അതിരങ്ങളിൽ അല്ലാതെ ചലിക്കാതിരിക്കും. ഹല്ലേലൂയ, സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രികാലം ഒരു വിടുതൽ കർത്താവേ. ഹല്ലേലൂയ, സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, വലിയൊരു ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവേ ചിന്തിക്കാത്ത നിனைക്കാത്ത ചില വഴികൾ കർത്താവേ ഇന്ന് രാത്രികാലം തുറന്നു വരത്തക്കവണ്ണം കർത്താവേ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി അനുഭവിപ്പാൻ കർത്താവേ ഓരോ ഉള്ളങ്ങളെയും അവൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കരങ്ങളെ തട്ടി ഇന്ന് രാത്രി ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി സന്തോഷത്തോടെ ഹല്ലേലൂയ കർത്താവിനെ സ്തോത്രം ചെയ്യാമേ.
ഭാഗ്യം കിട്ടി. അത് ഒത്തിരി പറഞ്ഞു പോയാൽ എടുത്ത വചനം പറയാൻ പറ്റില്ല. എങ്കിലും 1-2 വാക്കുകൾ പറഞ്ഞു. എനിക്ക് ഈ മനുഷ്യനെ ഇഷ്ടപ്പെടാൻ കാരണം ഈ മനുഷ്യനൊരു അമ്മച്ചി ഉണ്ടായി. ഒരമ്മച്ചി. നിങ്ങൾ പറയും നിങ്ങൾ എന്താ മമ്മി അല്ല എന്താ പറയുന്നത്? എനിക്ക് ഒരമ്മച്ചി ഉണ്ടായിരുന്നു. എന്റെ അമ്മയെ ഞാൻ അമ്മച്ചി എന്നാ വിളിക്കുന്നത്. അതിനും പിണക്കമാണെന്ന് തോന്നുന്നു. കാരണം എന്റെ അമ്മയ്ക്ക് 84 വയസ്സ് ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 2023 സെപ്റ്റംബർ മാസം 3-ാം തീയതി എന്റെ അമ്മ നിത്യതയിൽ ചേർക്കപ്പെട്ടു. എനിക്ക് ഫാദർ ഉണ്ട്. ഞാൻ അപ്പച്ചൻ എന്നാണ് വിളിക്കുന്നത്. 90 വയസ്സുണ്ടായിരുന്നു. ഈ സെപ്റ്റംബർ 14-ാം തീയതി ആയപ്പോ എന്റെ പിതാവ് നിത്യതയിൽ ചേർക്കപ്പെട്ടു. ഇനിയിപ്പോ നിങ്ങൾ ചിന്തിച്ചോണ്ടിരിക്കുക 84, 90 ഈ പുള്ളിക്ക് എത്ര എന്നൊന്നും ചിന്തിക്കരുത്. അതൊക്കെ ഞാൻ പിന്നെ പറയാം. അതൊന്നും പറയാനല്ല വന്നു. അപ്പൊ ഞാൻ പറയാൻ വന്നേ, ഈ മനുഷ്യനൊരു അമ്മയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അമ്മ. എത്ര പ്രസംഗിച്ചാലും കൊതി തരാത്തൊരമ്മ. അമ്മയുടെ പേര് പുസ്തകത്തിൽ ഒറ്റ ഇടത്തേ ഉള്ളൂ. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 12 വേഴ്സ് 12, 12-ാമത്തെ വാക്യം. അത് പറയാൻ ഇന്ന് രാത്രി എനിക്ക് പറ്റില്ല. അതിനകത്ത് പറയുന്നുണ്ട്, മർക്കോസ് 1 മറുപേരുള്ള യോഹന്നാന്റെ അമ്മയായ മറിയയുടെ വീട്ടിൽ പത്രോസ് ചെന്നു. ഒറ്റ ഇടത്തേ ഉള്ളൂ. ഇനി അത് തപ്പാൻ പോയാൽ എനിക്ക് പറയാനുള്ള ആവേശം പോകും. ഇങ്ങോട്ട് നോക്കിയേ, പുസ്തകത്തിൽ ഒറ്റ ഇടത്തേ ഉള്ളൂ. ഒരു സ്തോത്രം പറഞ്ഞു. ഒറ്റ ഇടത്തേ ഉള്ളെങ്കിലും ഒരിടത്തെങ്കിലും ആ പേര് വന്നതിനായി ഞാൻ പറയാറുണ്ട്. ഒത്തിരി ഇടത്തൊന്നും പേരില്ലേ, ഒരിടത്ത് പേര്. ഇവിടെ പ്രസംഗിക്കുന്നത് ഒത്തിരി വാക്കുകൾ കൊണ്ട് അമ്മാനമാകാനൊന്നുമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, കുറച്ചുപേരെ ഉണ്ടെങ്കിലും നിത്യതയിൽ എന്റെ പേരുണ്ടാകും. പക്ഷെ എനിക്ക് ഒത്തിരി ഭാരമൊന്നും ഉണ്ടായില്ല. അമ്മയുടെ പേര് ഒരിടത്തെ ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം, അമ്മയുടെ പേരിടത്തുണ്ടെങ്കിലും മോന്റെ പേര് ഒത്തിരി അടുത്തുണ്ട്. അതൊക്കെ മനസ്സിലായി എനിക്കറിയാം. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ പേര് ഒത്തിരി ഇടത്തൊന്നും വന്നില്ലെങ്കിൽ നിങ്ങളുടെ സന്തതിയുടെ പേര് ഇതുവരെ എത്തിയതല്ല കേട്ടോ. ആരൊക്കെയോ ഇടിവിൽ നിന്ന് കരഞ്ഞു, ആരൊക്കെയോ പ്രാർത്ഥിച്ചതിന്റെ നന്മയാണ് ഇതുവരെ എത്തിയതെന്ന് പറയാൻ കൃതജ്ഞമായി അവൻ നിയോഗമുള്ളവർ മൗനമായിരിക്കരുത്. അതെന്തോന്ന് സ്തോത്രം തീരത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയുടെ മോൻ, ആ അമ്മച്ചിയുടെ മോനായി പുസ്തകം എഴുതി. അങ്ങനെ പറഞ്ഞു പോയാലും തീരത്തില്ല. ഈ പുസ്തകം എഴുതി മനുഷ്യനെ കുറിച്ച് പറഞ്ഞാലോ ഭയങ്കര രസമാണ്. ഈ ചെറുക്കന്റെ കാര്യം പുസ്തകത്തിന് ഒരു 3-4 പ്രാവശ്യം, അത് കൂടുതലുള്ളത് അപ്പോസ്തല പ്രവൃത്തിയില്ല. അവിടെ നിന്ന് 12-ാം അധ്യായത്തിലൂടെ ഈ പുള്ളിയുടെ പേര് തുടങ്ങി. ഇതൊന്ന് പറഞ്ഞു, ഈ പ്രാർത്ഥിക്കുന്ന അമ്മച്ചിയുടെ മോൻ പ്രാർത്ഥിച്ചിട്ട് പോലും നിലയിലൊന്നും എത്തിയില്ല. ഇതിനകത്ത് ചെറുക്കെങ്കിലും എല്ലാവർക്കും പരാതി ഉണ്ടാകത്തില്ല. നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് നമ്മളെ പ്രാർത്ഥിച്ച പല വിഷയവും പലയിടത്തും ഇതുവരെ എത്താനായി നിങ്ങൾ പറയാ. നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്ന ഇന്നെങ്കിലും ഒന്ന് എത്തുമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുമ്പോ എന്റെ പ്രത്യാശ. ഞാൻ പറയാറുണ്ട്, എല്ലായിടത്തൊന്നും എത്തിയാൽ നമ്മളിവിടെ വരികയായിരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, എത്തേണ്ട സമയത്ത് ആരൊക്കെ തടഞ്ഞാലും എത്തിക്കേണ്ടതിന് സ്വർഗം എത്തിക്കും. അനുഭവത്തോടായി രാത്രി പ്രസംഗിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാനിടയാക്കി കടന്നു എല്ലാവരും അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ചെയ്തതുമേ. ഏത് ആവശ്യഭാരങ്ങളുള്ളവരായിരിക്കുന്നതുമേ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരങ്ങൾ ഈ ദിവസം ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ, ദൈവപ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ ദൈവം ഞങ്ങളുടെ ഇടയാക്കുമാറാണവേ ഞങ്ങളോട് പ്രാർത്ഥിക്കുക. അപ്പച്ച വീണ്ടും കണ്ടുമുട്ടുപോളും ദൈവത്തിന്റെ മറച്ചിരിച്ചറിഞ്ഞ മറവികളെ പരിപാലിക്കണം. ആഴ്ചപ്പെട്ട ഞങ്ങളെ സൂക്ഷിക്കുവാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേണ്ടതായ ആലോചനകൾ, വേണ്ടതായ നന്മകൾ തന്ന് ദൈവം ഞങ്ങൾ ഓരോ ദിവസവും വഴിനടത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച